ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. കൊച്ചി തേവരയിലുള്ള കേരള ഫോക്ലോർ മ്യൂസിയം വിസിറ്റ് ചെയ്ത വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ ജോർജ് ജെ തളിയത്ത് എന്നുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും ഏകദേശം 40 വർഷത്തെ അധ്വാനം കൊണ്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഏകദേശം ചെറുതും വലുതുമായ ഒരു 4000 ആർട്ടിഫാക്ട്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ മ്യൂസിയം ചരിത്രം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് നോളജ് കൊടുക്കുന്ന ആർട്ട് ലവേഴ്സിനും റിസർച്ചേഴ്സിനും ഒക്കെ ഒരുപാട് ട്രാവലേഴ്സിനുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിയമാണ്. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നത്. ഇതിൽ സ്റ്റോൺ ഏജ് കാലത്തിലുള്ള വുഡ്, ബ്രോൺസ്, സ്റ്റോണിലുമൊക്കെയുള്ള സ്കൾപ്ചേഴ്സ് ധാരാളമുണ്ട്. പിന്നെ ടെറാക്കോട്ട ജ്വല്ലറീസ് ഉണ്ട്, പഴയ ജ്വല്ലറീസ്, പെയിൻറ്റിങ്സ് ഉണ്ട്, ഓയിൽ ലാംപ്സ്, പല സ്ഥലങ്ങളിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പഴയ ഇൻസ്ട്രുമെൻറ്റ്സ്, ട്രൈബൽ ആൻഡ് ഫോക്ക് ആർട്സ്, വുഡ് വർക്ക്സ് ഉണ്ട്, പലതരത്തിലുള്ള യുട്ടൻസിൽസ്, മാസ്ക്, അങ്ങനെ ട്രഡീഷണൽ ആർട്ട് ഫോംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആഭരണങ്ങളും മാസ്കുകളും ഒക്കെ ഉണ്ട്. വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ചരിത്രം ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പുരാതനമായിട്ടുള്ള ആർട്ടിഗ്രാഫ്റ്റ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടം വിസിറ്റ് ചെയ്തത്. ഒരുപാട് നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് പഠിക്കാനും കാണാനും ഒരു പഠിക്കുന്ന പഠന ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട്. പഴയ ലാമ്പുകൾ, നന്നങ്ങാടികൾ, 3000 വർഷങ്ങൾക്ക് മുമ്പ് വരെ പഴക്കമുള്ള നന്നങ്ങാടികൾ, ചീനഭരണികൾ, ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ഓരോ ഇതിൻ്റെയും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. പഴയ വീടുകളുടെ, പുരാതനമായ വീടുകളുടെ മുഖപ്പുകൾ, ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള ലാമ്പുകൾ, ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ചരിത്രം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. വിസിറ്റിംഗ് ടൈം 9:30 AM to 6 PM ആണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ ഈ മ്യൂസിയത്തെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമ്മളോട് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. മണിച്ചിത്രത്താഴാണിത്. ഈ വിഷ്വൽസിൽ കാണുന്നതിനേക്കാൾ ഉപരിയായി നേരിട്ട് കാണുന്നവർക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പഴയ ഒരു ഫാനാണ് കൊടുത്തിരിക്കുന്നത്. കെറോസിൻ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന ഒരു ഫാനാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ കുറച്ച് സമയമെടുത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഡിസ്ക്രിപ്ഷൻസൊക്കെ വായിച്ച് സമയമെടുത്ത് നമുക്ക് വായിച്ചിട്ട് ധൃതി പിടിക്കാതെ സാവധാനം സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വരാൻ പറ്റും. ഇത് ബുദ്ധ ഹെഡ്സാണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പഴയ ഖനനങ്ങളിൽ കിട്ടിയിട്ടുള്ള പലതരത്തിലുള്ള ടെറാക്കോട്ട പാത്രങ്ങൾ, തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെയ്യത്തിന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള തെയ്യത്തിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങളെ പലതരത്തിലുള്ളതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. ട്രൈബൽ ട്രഡീഷണൽ ജ്വല്ലറീസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബോൺ കൊണ്ടുള്ള ജ്വല്ലറീസ്, മെയിനായിട്ടും ബോൺ കൊണ്ടുള്ള ജ്വല്ലറീസ്, പല കാലഘട്ടങ്ങളിലുള്ള ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള പലതരം മാസ്കുകൾ,
പലതരം ആയുധങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊരു അൾട്രാ ഇൻഫൻറ്റ് ഏഞ്ചൽസ് എന്ന് പറയുക ടീക്ക് വുഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന 17 സീലുള്ള ഒരു ചെറിയ സ്റ്റാച്ചു ആണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടം വിസിറ്റ് ചെയ്തത്. ചരിത്രം ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിർബന്ധമായും അല്ലെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ്. ശരിക്കും ഇതിൻ്റെ ആ മുഴുവൻ ഭംഗിയും ആസ്വദിച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. താങ്ക് യു.